ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ദേ നമ്മൾ ഡൽഹിയിൽ എത്തി. ഡൽഹിയിൽ ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഗാന്ധി സ്മൃതിയിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഗാന്ധി സ്മൃതി ഓപ്പണിങ് 10 o'clock-നാണ്. അപ്പോൾ ക്ലോസിങ് 5:30-ക്കാണ്. നമ്മളൊരു 3 മണിയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പോഴേക്കും ഗാന്ധി സ്മൃതിയിലെത്തി. അപ്പോൾ ഗാന്ധി സ്മൃതിയുടെ സെക്കൻഡ് വഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നതിന് പാസോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ അവിടെ ഒരു റെക്കോർഡുണ്ട്. ആ റെക്കോർഡിൽ നമ്മളുടെ പേരും അതുകൂടാതെ നമ്മൾ കയറുന്ന ടൈമും നമ്മളുടെ ഫോൺ നമ്പറും പിന്നെ ഒരു സൈനും ചെയ്യണം. അപ്പോൾ നമ്മൾ ഗാന്ധി സ്മൃതിയിലെത്തി. അപ്പോൾ ഇവിടെ ചർക്കയുടെ ഒരു ഡെമോ ഉണ്ട്. പിന്നെ അതുകൂടാതെ ഗാന്ധിജിയുടെ പല ഫോട്ടോസുകളും സ്റ്റാച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്കത് മേടിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നമുക്കത് മേടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്നത് ഗാന്ധിജിയുടെയും കസ്തൂർബയുടെയും ഫോട്ടോ നമുക്ക് കാണാം. ഗാന്ധിജിയുടെ 13ാം വയസ്സിലാണ് ഗാന്ധിജിയുടെ മാരേജ് ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ ചെറുപ്പത്തിലത്തെ ഫോട്ടോയും കസ്തൂർബയുടെ ഫോട്ടോയൊക്കെ കാണിക്കുന്ന ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഗാന്ധിജിയുടെ റൂം കാണാൻ പോവുകയാണ്. അപ്പോൾ ഗാന്ധിജീസ് റൂം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു റൂമാണ് ഗാന്ധിജിയുടേത്. ഈ ഒരു ചെറിയ റൂമിലാണ് നമ്മുടെ ഗാന്ധിജി താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബെഡുണ്ട്, അതുകൂടാതെ ഒരു കുഷ്യൻ ഉണ്ട്. അപ്പോൾ ഈ റൂമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തോട്ട് പണ്ട് ചെറിയൊരു വാതിലുണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് ഇത് വലിയൊരു പുറത്തോട്ട് പോകാനുള്ള ഒരു സ്പേസും കൂടി ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതിൽ കൂടി നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് ഗാന്ധിജി അവസാനമായിട്ട് ഗാന്ധിജി ഗാർഡനിലോട്ട് പോയത്. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങളല്ലാതെ ഉള്ളിലോട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഗാന്ധിജിയുടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഗാന്ധിജിയുടെ പണ്ട് യൂസ് ചെയ്തിരുന്ന സ്റ്റിക്ക്, ചെരുപ്പ്, ചർക്ക, പിന്നെ ഗാന്ധിജി കിടന്നിരുന്ന ബെഡ്, പിന്നെ ഗാന്ധിജി യൂസ് ചെയ്തിരുന്ന ഗാർഡനിങ് യൂസ് ചെയ്യുന്ന ടൂളുകൾ, പിന്നെ നമ്മളുടെ ഗാന്ധിജിയുടെ കണ്ണട, ടീസ്പൂണുകൾ, സ്പൂണുകൾ, ഗാന്ധിജി യൂസ് ചെയ്തിരുന്ന വായിക്കാൻ യൂസ് ചെയ്തിരുന്ന ചെറിയ മേശ, അങ്ങനെയുള്ള എഴുതാൻ യൂസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ സ്വാതന്ത്ര്യദിനം കിട്ടിയതിന് ശേഷം 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുപാട് ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിമയുടെ ബാക്കിലായിട്ട് ഒരു വലിയ ഹോളുണ്ട്. അപ്പോൾ ആ ഹോളിൽ നമുക്ക് വീഡിയോ പ്രദർശനമുണ്ട്. അപ്പോൾ ഗാന്ധിജി ജനിച്ചത് തുടങ്ങി മരിച്ചത് വരെയുള്ള വീഡിയോ പ്രദർശനം നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ 10 മിനിറ്റാണ് അവിടെ നമുക്ക് ആ പ്രദർശനം. അപ്പോൾ നമുക്കത് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിലോട്ട് കയറി. അപ്പോൾ മുകളിൽ കയറി കഴിയുമ്പോൾ ഒരുപാട് ഡിസ്പ്ലേകൾ, നമ്മൾ മുകളിൽ ഫുള്ള് ഡിസ്പ്ലേകളൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് ഫോട്ടോസുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസുകൾ നമുക്കത് എടുക്കാം, അല്ലാതെ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ജവഹർലാൽ നെഹ്റുവായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കുന്നതും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഗാന്ധിജിയുടെ അക്ഷരം, ഗാന്ധിജി യൂസ് ചെയ്തിരുന്ന പേനകൾ, മഷി വെച്ച് ഗാന്ധിജി എഴുതിയിരിക്കുന്ന ലിപികളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മുകളിലാണ് ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും നമുക്ക്. അതുകൂടാതെ മുകളിൽ യൂണിറ്റി, സ്ട്രെങ്ത് എന്ന് കാണിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ കസ്തൂർബയും ഗാന്ധിജിയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചർക്ക ഇങ്ങനെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് ഗാന്ധിജി എഴുതിയിരിക്കുന്ന ലിപിയാണ്. ഗാന്ധിജിയുടെ ലിപിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ടച്ച് സ്ക്രീനാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കൊത്തുപണിയിൽ ഗാന്ധിജിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതും നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു. ഗാന്ധിജിയുടെ പ്രതിമയുടെ മുമ്പിലിരുന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി പുതിയ പാർലമെൻറ്റിൻ്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടി സൂമായിട്ടെടുത്ത ഫോട്ടോയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാണ്. ഗാർഡനിൻ്റെ ആ ഭാഗത്തോട്ട് നമ്മൾ പോവുകയാണ്. ഇത് ബിർള ഹൗസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു റൂം മാത്രമേ പണ്ട് ഉണ്ടായിരുന്നുള്ളൂ, ഗാന്ധിജി താമസിച്ചിരുന്ന ആ ഒരു റൂം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പുറത്ത് വലിയൊരു ഗാർഡൻ ആയിരുന്നു. ഇപ്പോൾ ഈ ബിർള ഹൗസിൽ ഇവിടെ വെച്ചാണ് ഗാന്ധിജി അവസാനത്തെ പ്രസംഗം നടത്തിയതൊക്കെ ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഇതിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഒരു 5/17 ഗാന്ധിജിയെ ഇവിടെ വെച്ച് നമ്മുടെ നാഥുറാ ഗോഡ്സെ ഗാന്ധിജിയെ വെടിയുയർത്തി ഗാന്ധിജി ഇവിടെ വെച്ചാണ് മരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു കല്ലിട്ടിട്ടുണ്ട്. അതിൽ ഒരു ഹെയർ ആം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഗാന്ധിജിയെ വെടിയുയർത്തി വെടികൊണ്ട് ഗാന്ധിജി വീഴുന്നതും ഒക്കെ ഇവിടെ വെച്ചായിരുന്നു. അപ്പോൾ ആ ഒരു പോർഷൻ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ഗാന്ധിജി
പണ്ട് ചെറിയ ചെറിയ ആൾക്കാരൊക്കെ ആയിട്ട് ചെറിയ മീറ്റിങ്ങുകളും നടത്തിയിരുന്ന ഒരു ചെറിയ റൂം അവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് നമുക്ക് യോഗ പോലെ നമുക്ക് ധ്യാനിക്കാനൊക്കെ പറ്റും. ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസാണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് കൊത്തുപണികളും ഒരുപാട് കാര്യങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഗാന്ധിജി പണ്ട് മീറ്റ് ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാരെയും എല്ലാം ഇതിൽ കൊത്തുപണികളിലൂടെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് സൈഡിൽ ഒരുപാട് ഫോട്ടോസുകളും ഒരുപാട് എക്സ്പ്ലനേഷനും ഒക്കെ ഉണ്ട്. ഓപ്പോസിറ്റുള്ള ആ ഗാർഡനാണ്. പിന്നെ അതുകൂടാതെ ഗാന്ധിജി അവസാനമായിട്ട് ഓപ്പോസിറ്റുള്ള ആ ഒരു ഗാർഡനിൽ വെച്ചാണ് ഗാന്ധിജി അവസാനമായിട്ട് അവിടെ വെച്ചാണ് ഗാന്ധിജി മരിച്ചത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ദേ ഇവിടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ ഒരു ചർക്കയുടെ വലിയൊരു ഡെമോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചർക്ക എങ്ങനെയാണ് മൂവ് ചെയ്യിക്കുന്നതെന്നൊക്കെ നോക്കിയാണ് രണ്ടുപേരും കൂടി ഭയങ്കര ചർക്കയിൽ പണി ചെയ്യുകയാണ്. അപ്പോൾ നമ്മളതൊക്കെ വീഡിയോയിൽ ഒപ്പിയെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഗാന്ധി സ്മൃതിയിൽ നിന്ന് ഇനി നമ്മൾ പോകാൻ പോകുന്നത് റെഡ് ഫോർട്ടിലേക്കാണ്. അപ്പോൾ ഗാന്ധി സ്മൃതിയുടെ പുറത്ത് ഒരുപാട് സെക്യൂരിറ്റി ഗാർഡുകളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗാന്ധി സ്മൃതിയിൽ നിന്ന് ഇനി നമ്മൾ പോകുന്നത് നമ്മളുടെ റെഡ് ഫോർട്ടിലേക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരേക്കും Bye.